ഇന്ന് നമ്മളൊരു റിയൽ യൂസർ റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ലാപ്ടോപ്പ്, അതിൻ്റെ റിയൽ യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ലാപ്ടോപ്പ് കഴിഞ്ഞ 6 മാസം ഞാൻ ഉപയോഗിച്ചത് മെയിനായിട്ട് നമ്മുടെ ഈ ചാനലിലേക്കുള്ള വീഡിയോ എഡിറ്റിങ്, അതുപോലെ തന്നെ ചെറുതായിട്ട് ഓഫീസ് വർക്കുകൾ, അതുപോലെ തന്നെ കാഷ്വൽ ഗെയിമിംഗ് നമ്മൾ ഈ ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിയൽ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. വെൽക്കം ടു ദ ചാനൽ TV on DT, TV on ഡൈനിങ് ടേബിൾ. ഈ ഒരു ലാപ്പിന്റെ മോഡൽ നമ്പർ വരുന്നത് HP Victus i5 FA2703TX എന്നാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ആദ്യത്തെ വീഡിയോ ഒരു ക്വിക്ക് അൺബോക്സിംഗ് ആയിരുന്നു. അത് ഈ ഒരു ലാപ്ടോപ്പിന്റെ ആണ്. ആ ഒരു വീഡിയോ ഞാൻ ഒന്ന് പിൻ ചെയ്തിരിക്കാം, താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ലാപ്പിന്റെ മെയിൻ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കിയാലോ. ഈ ഒരു ലാപ്പിൻ്റെ പ്രോസസ്സർ വരുന്നത് നമുക്ക് Intel Core i5ൻ്റെ 13th ജനറേഷൻ പ്രോസസ്സറാണ് വരുന്നത്. അതുപോലെ തന്നെ 16 GB റാം മെമ്മറി വരുന്നുണ്ട്. കൂടാതെ 512 GB SSD ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻബിൽട്ട് ആയിട്ട് വരുന്നത്. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു എക്സ്ട്രാ 512 കൂടെ ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഇപ്പോൾ 1 TB ആണ് നമുക്കിവിടെ വരുന്നത്. കൂടാതെ നമുക്ക് ഗ്രാഫിക്സ് കാർഡ് ഇതിന് അവൈലബിൾ ആണ്. ഗ്രാഫിക്സ് കാർഡ് നമുക്ക് 4 GB ആണ് വരുന്നത്. നിവിഡിയയുടെ GeForce RTX 2050 എന്ന് പറഞ്ഞ മോഡൽ ഗ്രാഫിക്സ് കാർഡാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് നമുക്ക് 15.6 ഇഞ്ചിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് നമുക്ക് വരുന്നുണ്ട്. കൂടാതെ നമുക്കിതിന് വിൻഡോസ് 11 ഹോം ആണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് ഹോം ആൻഡ് സ്റ്റുഡൻറ്റ് 21 വേർഷൻ നമുക്ക് ലൈഫ് ടൈം നമുക്ക് ഫ്രീ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഔട്ട്ലുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുന്നും ഇല്ല. ഇനി നമുക്ക് ഈ ഒരു ലാപ്പിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഡിസൈൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലുക്ക് തന്നെ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കാണ്, ഒരു സൂപ്പർ കാറിൻ്റെ ഒരു ലുക്കാണ് നമുക്ക് ഈ ഒരു ലാപ്പിന് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു വെൻ്റൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു സൂപ്പർ കാർ, ഒരു കാറിൻ്റെ ഫ്രണ്ട് വ്യൂ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും ഇതൊരു ഫങ്ഷണൽ വെൻ്റാണ്. നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പ് ഇപ്പോൾ ലോങ് ടൈമിനൊക്കെ നമുക്ക് എഡിറ്റിങ്, അതുപോലെ തന്നെ വീഡിയോ ഗെയിമിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ സമയത്ത് നമുക്ക് ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടി, അതായത് ഇതിൻ്റെ താഴെ തന്നെ നമുക്ക് 2 കൂളിംഗ് ഫാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫാൻ വഴി നമ്മുടെ ചൂടായ എയർ ഇൻഫ്ലോ, അതായത് അകത്തോട്ട് വലിച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു വെന്റ് വഴിയാണ് പുറത്തോട്ട് ആ ഒരു ഹീറ്റ് ഇങ്ങനെ തള്ളുന്നത്. അങ്ങനെ നമുക്ക് ഹീറ്റ് റിഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. HP അത് അടിപൊളിയായിട്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലാപ്പിൻ്റെ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് വിക്ടസിൻ്റെ ഈ ഒരു എംബ്ലം അടിപൊളിയായിട്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷിംഗ് ആണ് എല്ലാം വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് ഏകദേശം ഒരു 2.3 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പോർട്ടബിൾ ആണ് എന്നിത് സജസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പം നമുക്ക് പോർട്ടബിൾ ആണ്, ഇതിലും നല്ല വെയിറ്റ് കുറഞ്ഞ ലാപ്പുകളൊക്കെ അവൈലബിൾ ആണ്. ഇത്തരം വെയിറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് പോർട്ടബിലിറ്റി ഇച്ചിരി കുറവാണ്. ഇനി നമുക്ക് ഈ ഒരു ലാപ്പിൻ്റെ പോർട്ടുകൾ എന്തൊക്കെയാണ് അവൈലബിൾ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു സൈഡ് ആദ്യം നോക്കാം. നമുക്ക് ഇവിടെയായിട്ട് നമുക്ക് അഡാപ്റ്റർ, ചാർജിങ് അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ USB കേബിൾ കണക്ട് ചെയ്യാനുള്ള, അതായത് A ടൈപ്പ് USB കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട് ഇവിടെ. കൂടാതെ നമുക്ക് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ 3 പോർട്ടുകൾ വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡ് നോക്കാം. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് USB-C ടൈപ്പ് പോർട്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ നമുക്കിവിടെ നെറ്റ്വർക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് നമുക്ക് വരുന്നുണ്ട്. കൂടാതെ നമുക്ക് രണ്ടാമത്തെ USB ടൈപ്പ് A ടൈപ്പ് പോർട്ട് ഇവിടെ വരുന്നുണ്ട്. കൂടാതെ HDMI പോർട്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ 1, 2, 3, 4 4 പോർട്ട് ഈ ഒരു സൈഡിൽ നമുക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ലാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്താലോ. 1 ഹാൻഡ് ഓപ്പണിംഗ് നമുക്ക് പോസിബിൾ ആണോ നോക്കാം. പോസിബിൾ അല്ല. ജസ്റ്റ് ഞാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1 ഹാൻഡ് ഓപ്പണിംഗ് നടക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പൊസിഷൻ വരെയാണ് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഹിഞ്ചൊക്കെ നല്ല ഒരു ടൈറ്റ് ഫീലാണ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ബൂട്ടിംഗ് ടൈം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഫേസ് ചെയ്ത് വെക്കുന്നുണ്ട്. പവർ ബട്ടൺ ഞാൻ പ്രസ് ചെയ്യുകയാണ്. ബൂട്ടിംഗ് ടൈം വിക്ടസിന്റെ എംബ്ലം ഒക്കെ വന്നിട്ടുണ്ട്.
ഓപ്പൺ ആയിട്ടുണ്ട്. ഒരു ഫെയർ ടൈമാണ് എടുത്തിരിക്കുന്നത്. അപ്പം ബൂട്ടിംഗ് ടൈം ഒരു ഫെയർ ടൈമാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു ലാപ്പിൻ്റെ ഈ ഒരു കീബോർഡൊക്കെ നമുക്ക് ഫുൾ സൈസാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ നമ്പേഴ്സൊക്കെ ഈ ഒരു റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് അലൈൻ ചെയ്തിട്ടുണ്ട്. ടോട്ടലി നമുക്ക് ഈ ഒരു കീ അലൈൻമെൻ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ്, നല്ല വൃത്തിക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കീ ഒക്കെ നല്ല സ്മൂത്താണ്, നമുക്ക് നല്ല രീതിയിൽ ടൈപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു കീബോർഡിന് നമുക്ക് ബാക്ക് ലൈറ്റ് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു ലൈറ്റ് കളറാണ് നമുക്ക് ബാക്ക് ലൈറ്റ് വരുന്നത്. നമുക്ക് RGB ഓപ്ഷൻ നമുക്ക് ഈ ഒരു കീബോർഡിന് അവൈലബിൾ അല്ല. നമ്മുടെ അതായത് മൾട്ടിപ്പിൾ കളേഴ്സ്, ഡിഫറെൻറ്റ് ഇപ്പോൾ റെഡ്, ഗ്രീൻ, ബ്ലൂ അങ്ങനെ മൾട്ടിപ്പിൾ കളേഴ്സ് നമുക്ക് ഈ ഒരു കീബോർഡിന് വരുന്നില്ല. ഇനി നമ്മൾ ഈ ഒരു ലാപ്പിൻ്റെ ഡിസ്പ്ലേ സൈസ് നോക്കുകയാണെങ്കിൽ 15.6 ഇഞ്ചിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല ക്ലോഷർ കട്ട് നല്ല അടിപൊളിയായിട്ടാണ്, ക്ലോഷർ സൂമിങ്ങിൽ നല്ല ക്ലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. കൂടാതെ മൂവി കാണുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഗെയിം ഒക്കെ കളിക്കുമ്പോൾ നല്ല ക്ലാരിറ്റിയാണ് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇപ്പം മൂവി കാണുമ്പോൾ നമ്മൾ ഇപ്പോൾ സ്ട്രേറ്റ് വ്യൂ ആണെങ്കിൽ നല്ല ക്ലാരിറ്റിയും, പക്ഷേ ഈ സൈഡ് ഇപ്പോൾ 2-3 പേര് ഒരുമിച്ചാണ് കാണുന്നതെങ്കിൽ സൈഡിൽ ഇരിക്കുന്നവർക്ക് അത്ര ക്ലാരിറ്റി ഫീൽ ചെയ്യില്ല. സ്ട്രേറ്റ് വ്യൂ ആണ് നല്ല ക്ലാരിറ്റി ഫീൽ ചെയ്യുന്നത്. ഇനി ഞാനൊരു സാമ്പിൾ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്ലേ ചെയ്യുന്നുണ്ട്. ക്ലാരിറ്റി നമുക്ക് നോക്കാം. ഇനി നമ്മൾ സൗണ്ട് ക്ലാരിറ്റി നോക്കുകയാണെങ്കിൽ ഡ്യുവൽ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ DTS-X അൾട്രാ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു മൂവിയൊക്കെ കാണുമ്പോൾ അതുപോലെ തന്നെ സോങ് കേൾക്കുമ്പോഴും ഗെയിമിങ്ങിനൊക്കെ ഇപ്പോൾ ഈ ഒരു സറൗണ്ടഡ് സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഞാനൊരു സാമ്പിൾ സോങ് നിങ്ങളെ കേൾപ്പിക്കാം. ഇപ്പം രണ്ട് സൈഡും ഈ സ്പീക്കർ ഉള്ളതുകൊണ്ട് നല്ല ഫീൽ ആയിരിക്കും നമുക്കൊരു മൂവി, അതുപോലെ തന്നെ സോങ്, അതുപോലെ തന്നെ ഗെയിമിംഗ് ടൈമിൽ. അതുകൊണ്ട് നമുക്ക് ഒരു മൾട്ടിമീഡിയ ഈ ഒരു ലാപ്പിന് അടിപൊളിയാണ്. ഇനി നമ്മൾ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ലാപ്ടോപ്പ് മെയിൻലി വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്തിരുന്നത്. ഡാവിഞ്ചി റിസോൾവ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. 19 എന്ന് പറഞ്ഞൊരു വേർഷനാണ് ഉപയോഗിക്കുന്നത്. വീഡിയോ എഡിറ്റിംഗ് ഒക്കെ അടിപൊളിയാണ്, നല്ല അതിൻ്റെ ടൈം ലൈന് അതുപോലെ തന്നെ കട്ടിങ് ടൈമിന് പ്ലേ ബാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ വീഡിയോ റെൻഡറിങ് നല്ല ഫാസ്റ്റാണ്. പക്ഷെ നമുക്ക് വീഡിയോ റെൻഡർ സമയത്ത് ഇതിൻ്റെ ഫാനിൻ്റെ സൗണ്ട് കുറച്ച് ഓഡിയബിളാണ്. കൂടാതെ നമ്മളിപ്പം ഈ ഡാവിഞ്ചി റിസോൾവിൻ്റെ 20 വേർഷൻ നമുക്ക് ഫ്രീ ആയിട്ടുള്ള 20 വേർഷൻ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ ഈ ഒരു ലാപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് ഗ്രാഫിക്സ് കാർഡ് 4 GB ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ആ ഒരു ആപ്ലിക്കേഷന് നമുക്ക് 6 GB എങ്കിലും മിനിമം നമുക്ക് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രാഫിക്സ് കാർഡ് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അത് നമുക്കൊരു പോരായ്മയായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ലാപ്പിൽ ഓഫീസ് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. എക്സൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വേഡ് ബ്രൗസിംഗ് ഒക്കെ നല്ലപോലെ ചെയ്യുന്നുണ്ട്. അതെല്ലാം നല്ല സ്മൂത്ത് ആയിട്ടാണ് വരുന്നത്. കൂടാതെ നമുക്ക് ഇതിൻ്റെ അകത്ത് മൈക്രോസോഫ്റ്റ് ഓഫീസ് ഹോം ആൻഡ് സ്റ്റുഡൻറ്റ് 2021 വേർഷൻ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. അതൊരു നല്ല ഫീച്ചറാണ്. കൂടാതെ നമുക്ക് ഔട്ട്ലുക്ക് പക്ഷേ നമുക്കിതിൽ അവൈലബിൾ ആകുന്നില്ല. അത് നമുക്ക് ഓൺലൈൻ തന്നെ ബ്രൗസ് ചെയ്ത് നമുക്ക് എടുക്കേണ്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഗെയിമിംഗ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഞാനൊരു പ്രോ ഗെയിമർ ഒന്നും അല്ല. നമ്മളൊരു ടെസ്റ്റിന് വേണ്ടി ഇതിനകത്തൊരു റേസിംഗ് ഗെയിം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അസ്ഫാൾട്ട് എന്ന് പറഞ്ഞൊരു ഗെയിമിങ്. അത് അടിപൊളിയായിട്ട് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്, ഒരു ലാഗും ഒന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ഒരു സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം.
ഇനി നമുക്ക് ഈ ഒരു ലാപ്പിന്റെ ഹീറ്റിംഗ് എങ്ങനെയുണ്ട് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ യൂഷ്വലി വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ഒരു 4 to 5 മണിക്കൂറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ആ സമയത്തൊക്കെ ഹീറ്റിംഗ് ഒക്കെ വളരെ നോർമലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലാപ്പിന് 2 കൂളിംഗ് ഫാൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ എയർ വെന്റും ബാക്ക് സൈഡിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് ഒക്കെ വളരെ നോർമലായിട്ടാണ് നമുക്ക് വരുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ലാപ്പിന്റെ ബാറ്ററി ആൻഡ് ചാർജിങ്ങിനെ പറ്റി നോക്കുകയാണെങ്കിൽ, നമുക്ക് ബാറ്ററി വരുന്നത് 52.5 വാട്ട് അവറിന്റെ ലിഥിയം അയോൺ പോളിമർ ബാറ്ററിയാണ് നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബാറ്ററി നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കൊരു 30 മിനിറ്റ്സ് ഒക്കെ കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് 50% ഒക്കെ ചാർജ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ അഡാപ്റ്റർ വരുന്നത് 120 വാട്ട്സിന്റെ AC അഡാപ്റ്റർ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അഡാപ്റ്ററിന് നമുക്ക് ഒരു ബൈപ്പാസ് ചാർജിങ് എന്ന് പറഞ്ഞ ഒരു ഫെസിലിറ്റിയും കൂടെ, ഒരു ഫീച്ചറും കൂടെ വരുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഇതിന്റെ ബാറ്ററിയിൽ നമുക്ക് 100% ചാർജ് ഉള്ള സമയത്ത് ഡയറക്റ്റ്ലി നമ്മൾ ഈ ഒരു അഡാപ്റ്റർ കണക്ട് ചെയ്താണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ AC പവർ ഡയറക്റ്റ്ലി നമ്മൾ ഈ ഒരു ലാപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ ചാർജ് അതേപോലെ അവിടെ നിൽക്കുന്നതുമായിരിക്കും. നമ്മുടെ പെർഫോമൻസ് അടിപൊളിയായിട്ടായിരിക്കും വരുന്നത്. ഞാനും മോസ്റ്റ് ഓഫ് ദി ടൈം എഡിറ്റിങ്ങിനൊക്കെ ആണെങ്കിലും നമ്മൾ ചാർജർ കണക്ട് ചെയ്ത് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലാതെ വളരെ കുറവായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് കമ്പനി അവകാശപ്പെടുന്നത് നമുക്കൊരു 4 to 5 അവർ ബാക്കപ്പ് കിട്ടുമെന്നുള്ളതാണ്. നമ്മുടെ അതൊരു നോർമൽ യൂസിനായിരിക്കും. ഇപ്പം നമ്മുടെ എഡിറ്റിങ്ങിനൊക്കെ ആണെങ്കിൽ അത്രയും നമുക്ക് ബാറ്ററി ലൈഫ് കിട്ടാൻ പോസിബിലിറ്റി വളരെ കുറവാണ്. ശരിക്കും ഈ ഒരു ബാറ്ററി കപ്പാസിറ്റി ബേസ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു ബാറ്ററി, നമുക്കൊരു ആവറേജ് ബാറ്ററി എന്ന് മാത്രമേ നമുക്ക് ഇതിനെ പറയാൻ സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ലാപ്പിന്റെ പർച്ചേസിങ്, അതുപോലെ തന്നെ പ്രൈസ്, കൂടാതെ വാറന്റിയെ പറ്റി നോക്കുകയാണെങ്കിൽ, ഞാൻ ഈ ഒരു ലാപ്പ് പർച്ചേസ് ചെയ്തത് ഡയറക്റ്റ് HP സ്റ്റോറിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അന്ന് എനിക്ക് ഈ ഒരു ലാപ്പിന് പ്രൈസിങ് ആയത് 64,000 രൂപയുടെ അടുത്താണ് നമുക്ക് പ്രൈസിങ് വന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇതിന്റെ SSD, അതായത് 512 ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻബിൽറ്റ് SSD വരുന്നത്. ഒരു 512 കൂടെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ അങ്ങനെ 1 GB ആക്കി. അതിൽ നിന്ന് എനിക്കൊരു അഡീഷണൽ 4,000 rupees കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ 68,000 രൂപയാണ് നമുക്ക് ഈ ഒരു ലാപ്പിന് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഓൺലൈൻ വെബ്സൈറ്റുകളിലൊക്കെ ഈ ഒരു ലാപ്പ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ ഏകദേശം 60,000 രൂപ ഓഫറിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആമസോണിൽ ഇതിൻ്റെ സെയിം വേർഷൻ 1 TB വേർഷൻ ഉണ്ട്. അത് നമുക്കൊരു 68,000 റേഞ്ചിലും നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിരിക്കാം. അതുപോലെ തന്നെ ഇതിന് നമുക്ക് വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് 1 year വാറണ്ടിയാണ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൺക്ലൂഷനിലേക്ക് വരുമ്പം, ഒരു കാഷ്വൽ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ കാഷ്വൽ ഗെയിമിങ്, കൂടാതെ ഓഫീസ് വർക്ക്, അതുപോലെ മൾട്ടിമീഡിയ ലവേഴ്സിനൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ലാപ്ടോപ്പാണിത്. നമുക്ക് പോരായ്മയായിട്ട് വരുന്നത് നമുക്ക് ഇതിൻ്റെ ബാറ്ററി ലൈഫ് ഒരു ആവറേജ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലാപ്പിന് വെയിറ്റ് നമുക്ക് 2.3 kg വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോർട്ടബിളും അല്ല. കൂടാതെ നമുക്ക് ഔട്ട്ലുക്ക് ഫ്രീ വേർഷനും നമുക്ക് ഇതിൽ അവൈലബിൾ അല്ല. ഇതാണ് നമുക്കൊരു പോരായ്മയായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ടാറ്റാ, ബൈ ബൈ.